Thank you, friends, for joining in this live. Thank you for watching me. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പുതിയ നിയമം എന്നാൽ പഴയ നിയമ പുസ്തകങ്ങൾ കൂടെ ചേരുന്നതാണോ അല്ലയോ? അത് യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പെന്തക്കോസ്തുകാരുടേതായ ഒരു ഗ്രൂപ്പുണ്ട്. അതിലാണ് ഞാനത് കണ്ടത്. ഈ പോസ്റ്റ് ഞാൻ കണ്ടത് യൂത്ത് ഫോർ ക്രൈസ്റ്റിലാണ്. അപ്പൊ അവിടെ പലരും പല അഭിപ്രായങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ നോക്കുക. ഇപ്പൊ ഇവിടെ നോക്കുക, ഇതാണ് ഇത് ബൈജു സാം എന്ന് പറഞ്ഞൊരു പേഴ്സണാണ് അത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പഴയ നിയമ പുസ്തകങ്ങൾ കൂടാതെ പുതിയ നിയമം പൂർണ്ണമാകുമോ? അപ്പോൾ പൂർണ്ണമാകില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ES തോമസ് ഉണ്ട്. ES തോമസ് അങ്ങനെയൊക്കെയുള്ള ആൾ വോട്ട് ചെയ്തിരിക്കുന്നത് 76 പേരുണ്ട്. പിന്നെ 4 സുവിശേഷം മാത്രം മതി എന്ന് 5 വോട്ട് ഇട്ടിട്ടുണ്ട്. പൂർണ്ണമാകുമെന്ന്. അപ്പൊ ഞാൻ അവിടെ കൊണ്ട് ഒരു ഓപ്ഷൻ എഴുതി ചേർത്തു: പുതിയ നിയമം എന്നാൽ പുസ്തകമല്ല. അതിന് എൻ്റെ വോട്ട് മാത്രമേ ഉള്ളൂ, വേറെ വോട്ടൊന്നുമില്ല. ഇതേക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പുതിയ നിയമം എന്നാൽ 27 പുസ്തകമാണെന്നാണ് പെന്തക്കോസ്തിലെ വിഡ്ഢികൾ വിശ്വസിക്കുന്നത്. ബ്രദറൻ വിഡ്ഢികളും അതിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ മോശമായി സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാൻ എനിക്ക് സോഫ്റ്റ് ആക്കാവുന്നതിന്റെ അങ്ങേയറ്റം സോഫ്റ്റ് ആക്കിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഇതിലും സോഫ്റ്റ് ആക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഈ രാവിലെ യോഗാഭ്യാസം ഒക്കെ ചെയ്താണ് ഈ എൻ്റെ വാക്കുകളെ സോഫ്റ്റ് ആക്കുന്നത്. വാഗ്ദേവതയൊക്കെ വിളിച്ച് ദൈവമേ ഈ എന്തുവാ ഇന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ കൃപ, ഇത്രയും സോഫ്റ്റ് ആക്കി. കാരണം ഇതിലും എങ്ങനെയാ സോഫ്റ്റ് ആക്കി? ഇത്രയും വലിയ വിഡ്ഢിത്തം പറയുന്നത് പിന്നെ അവനെ വിഡ്ഢി എന്നല്ല എന്താ വിളിക്കുക? പുതിയ നിയമം എന്നാൽ എന്താണ്? ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിഡൻസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവര് കച്ചവടക്കാരാണ്. അപ്പൊ അവര് പാപപ്പുറത്ത് കിട്ടാൻ വേണ്ടി അവരുടെ കച്ചവടത്തിന്റെ ലാഭത്തിന്റെ ഒരു ഭാഗം എടുത്ത് കുറച്ച് പുസ്തകം അടിച്ച് അതിന്റെ മുകളിൽ പുതിയ നിയമം ഒന്ന് പ്രിന്റ് ചെയ്ത് ലോകം മുഴുവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാം. പുതിയ നിയമം ഒന്ന് ഗോൾഡൻ കളറിൽ പ്രിന്റ് ചെയ്ത് നമുക്കൊക്കെ ഇതുപോലെ ഒരു ബുക്ക് കിട്ടും. ഇങ്ങനെ ഇതുപോലൊരു ബുക്ക്. ഇത് പുതിയ നിയമമല്ല, ഇതൊരു ഡയറിയാണ്, പക്ഷെ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ അപ്പൊ പുതിയ നിയമം നമ്മുടെ മനസ്സിലൊക്കെ അപ്പം ചിന്തിക്കണം, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ്. ഈ ഒരു ധാരണ എല്ലാവരുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുകയാണ്. അപ്പൊ അതേക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് പുതിയ നിയമം? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പുതിയ നിയമം എന്നാൽ ആ പുസ്തകമാണ്. അപ്പൊ ആ ഒരു ധാരണയിൽ നിന്നാണ് അത്തരത്തിലുള്ളൊരു പോസ്റ്റ് അവിടെ വന്നത്. ആ ഒരു ധാരണയിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. യേശു ക്രിസ്തുവിന്റെ കാലത്ത് യേശു കർത്താവ് പറഞ്ഞ എന്താണ്? യേശുവിന്റെ ശിഷ്യന്മാർ ഗ്രഹിച്ച എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, ഇതാണ് നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. അപ്പൊ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തു പറയാണ് ഈ പുസ്തകം എന്നല്ല. നിങ്ങളിവിടെ നോക്കുക, ഈ പാനപാത്രം പുതിയ നിയമമാകുന്നു. ദിസ് ചാലിസ്, ഈ കാസ.
അപ്പൊ പുതിയ നിയമം എന്താകുന്നു എന്നാണ് യേശു പറഞ്ഞത്. പുതിയ നിയമം പുസ്തകമല്ല. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ആ കാസയാണ്. ആ കാസ എടുത്തു കൊടുക്കുകയാണ്. ആ കാസ എടുത്തു കൊടുത്തിട്ട് പറയാണ് ഇത് പുതിയ നിയമമാകുന്നു. ആ കാസയിൽ എന്താണുള്ളത്? രക്തമാണുള്ളത്. ആ രക്തം എവിടെ നിന്നുള്ളതാണ്? മാംസത്തിൽ നിന്നുള്ളതാണ്. ആ മാംസത്തെ വഹിക്കുന്ന പിലാസ അതിന് തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഈ കാസയും പിലാസയും, അപ്പൊ ഏർലി ചർച്ചില്, ആദിമ സഭയില് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പ്, അവരോട് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെ മനസ്സിൽ, ഇന്നത്തെ ഈ പെന്തക്കോസ്ത് അലവലാദികളുടെ മനസ്സിൽ വരുന്ന ഒരു പുസ്തകത്തിന്റെ ചിത്രം വരത്തില്ല. ഞാൻ ആ വാക്ക് പർപ്പസിൽ ഉപയോഗിക്കുന്നതാണ്. നീ പ്രത്യേകിച്ച് ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ട, അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ഞാനത് ആ വാക്ക്, കാരണം അതിലും പൊളൈറ്റായിട്ട് ഇവരെ വിളിക്കാൻ വേറെ പറ്റത്തില്ല. അതുകൊണ്ടാണ്. ഐ ആം സോറി. കാരണം ഭാഷയ്ക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. ഇവരെ വിളിക്കാൻ മിനിമം അത്രയെങ്കിലും വിളിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. കാരണം ഇത്രമാത്രം ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും ഇത്രമാത്രം ക്രിസ്തീയ ഉപദേശത്തെയും വികലമാക്കിയ ഈ വൃത്തികെട്ടവരെ പിന്നെ എന്താ വിളിക്കുക? ഞാനത് വിളിക്കുന്നത്, ഞാന് യാക്കോബായ സഭയിൽ ഉറച്ചു നിന്ന ഒരാളാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ വിളിക്കത്തില്ല. കാരണം പല യാക്കോബായക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെ അത്രയും രൂക്ഷമായിട്ട് പറയുന്നത് മോശം. കാരണം നിങ്ങൾക്ക് അതിന്റെ വേദന അറിയത്തില്ല. കാരണം ഞാൻ ഈ വഞ്ചനയിൽ പെട്ട ഒരാളാണ്. ഈ വഞ്ചനയിൽപ്പെട്ട എൻ്റെ 25 വർഷം നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ദുഃഖത്തിൽ നിന്നാണ്. ഒരു പുരുഷായുസിലെ 25 വർഷം, 1/4 നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ അതും റോബസ്റ്റ് പീരീഡ് ഓഫ് മൈ ലൈഫാണ് എനിക്ക് പോയത്. ഈ ബോഷ്കു എല്ലാം വിശ്വസിച്ച് അതിന്റെ എല്ലാം പുറകെ. അപ്പൊ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുസ്തകമല്ല. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ കുർബാനയാണ്. അതൊരു ഉടമ്പടിയാണ്. നോവൻ ടെസ്റ്റമെന്റം, പുതിയ ഉടമ്പടി എന്നാണ്. നിയമം എന്നല്ല, ഉടമ്പടി എന്നാണ് ശരിക്കും തർജ്ജമ ചെയ്യേണ്ടത്. അപ്പൊ പുതിയ ഉടമ്പടി എന്താണ്? പുതിയ ഉടമ്പടി സത്യത്തിൽ അത് പുതിയ ഉടമ്പടി എന്നുമല്ല, ലാസ്റ്റ് എന്നാണ് കൃത്യമായി തർജ്ജമ ചെയ്യുമ്പോൾ. ശരിക്കും അത് നമ്മൾ തർജ്ജമ ചെയ്താൽ അവസാനത്തെ ഉടമ്പടി എന്ന് വേണം തർജ്ജമ ചെയ്യാൻ. അവസാനത്തെ ഉടമ്പടി, ലാസ്റ്റ് ടെസ്റ്റമെന്റ്, അവസാനത്തെ ഉടമ്പടി. മനസ്സിലായി? അപ്പൊ ശരിക്കും ഇത് തർജ്ജമ ചെയ്യാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ഇസ്ലാമിനൊക്കെ സ്കോപ്പ് വന്നത്. അത് ശരിയായ വിധത്തിൽ തർജ്ജമ ചെയ്തിരുന്നെങ്കിൽ ഈ ഇസ്ലാമിനെ ഈ പരിഗണിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാരണം പൗലുസ്ലിയ പറഞ്ഞു, ഇത് തീർന്നു, ഇവിടം കൊണ്ട് തീർന്നു, ഇനി ഇതിനപ്പുറത്തോ ഇതിന് വിരുദ്ധമായിട്ടോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ ഇനി ഞാൻ തന്നെ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത്, മറ്റൊരാൾ വന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്, സ്വർഗത്തിൽ നിന്നൊരു ദൂതം എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനുമാണ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കവനന്റ് ഫ്രം ഗോഡ്. അപ്പൊ അവിടം കൊണ്ട് കവനന്റുകൾ അവസാനിക്കുകയാണ്. സ്വീക്വൻസ് ഓഫ് കവനൻസ് ആണ്. ആദാമുമായിട്ടുള്ള കവനന്റ് ഉണ്ട്, നോഹയുമായിട്ടുള്ള കവനന്റ് ഉണ്ട്, അബ്രഹാമുമായിട്ടുള്ള കവനന്റ് ഉണ്ട്, മോശയുമായിട്ടുള്ള കവനന്റ് ഉണ്ട്, ദാവീദുമായിട്ടുള്ള കവനന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ദൈവം ജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് വി ക്യാൻ സി എ സ്വീക്വൻസ് ഓഫ് കവനൻസ്. അപ്പൊ ആ സ്വീക്വൻസ് ഓഫ് കവനൻസിലെ ഏറ്റവും അവസാനത്തെ കവനന്റ്, ദ ലാസ്റ്റ് കവനന്റ് വിത്ത് മേൻ, അതാണ് അവസാനത്തെ ഉടമ്പടി, ദ പെർഫെക്റ്റ് കവനന്റ്, അവസാനത്തെ ഉടമ്പടി. അപ്പൊ ഇതിനു മുമ്പുള്ള ഉടമ്പടികൾ ശുദ്ധമനസാക്ഷി നൽകുവാൻ പര്യാപ്തമായിരുന്നു എങ്കിൽ, മറ്റൊരു ഭാഷയാണ് പൗലുസ്ലിഹ ഉപയോഗിക്കുന്നത്, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു എങ്കിൽ. ജീവിപ്പിക്കാൻ കഴിയുന്ന ഉടമ്പടികൾ വന്നില്ല. ഇവിടെ എന്താണ്? ജീവിപ്പിക്കാൻ കഴിയുന്ന ഉടമ്പടി, അവസാനത്തെ ഉടമ്പടി. ആ ഉടമ്പടിയെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ, ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന ആ ഭാഷയിൽ തന്നെ പുതിയ നിയമം എന്ന് പറയുന്നത് കൊണ്ട് ഞാനും അതേ പദം ഉപയോഗിക്കുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ അവസാനത്തെ ഉടമ്പടി എന്ന് വേണം നിങ്ങളുള്ളിൽ ഗ്രഹിക്കുവാൻ.
അപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്തല്ല? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പുസ്തകമല്ല. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാണ്. ഇനി നിങ്ങളുടെ എത്ര പേരുടെ മനസ്സിൽ, ഞാനിവിടെ ഈ എന്നെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ യാക്കോബായക്കാരും കത്തോലിക്കരും ഒക്കെ ഉണ്ട്, പെന്തക്കോസ്തുകാരും ഉണ്ട്, ആരെല്ലാം ഉണ്ടായിക്കോട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര പേരോട്, ഇപ്പൊ ഈ ലൈവ് നിങ്ങൾ കണ്ടു, ഇത് കണ്ടു കഴിഞ്ഞതെല്ലാം പോട്ടെ, നാളെ ഒരാളോ നിങ്ങളോട് പുതിയ നിയമം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? നിങ്ങളുടെ മനസ്സിൽ പുതിയ നിയമം എന്ന് പറയുമ്പം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ചിത്രം വരുമോ, അതോ ഒരു പുസ്തകത്തിന്റെ ചിത്രം വരുമോ? മോസ്റ്റ് പ്രോബബിളി ഒരു പുസ്തകത്തിന്റെ ചിത്രം വരാനാണ് സാധ്യത. കാരണം അത്രമാത്രം ഈ വികലമായ ഉപദേശം നമ്മുടെ മനസാക്ഷിയെ സ്വാധീനിച്ചിരിക്കുന്നു. ബാഡ് ഇൻഫ്ലുവൻസ്, ദുഷ്ടസ്വാധീനം ഈ വികലമായ സുവിശേഷം നമ്മിൽ ചെലുത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുറെ പ്രയാസപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് എന്നെ സംബന്ധിച്ച് എന്നോട് ആരെങ്കിലും പുതിയ നിയമം എന്ന് പറയുകയോ പുതിയ നിയമം എന്ന വാക്ക് ഞാൻ കേൾക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം ഉള്ളിൽ തുടിക്കും. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ആ വിശുദ്ധ കുർബാനയുടെ ചിത്രമാണ്. എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിത്രം സെഹിയോന്റെ മാളികമുറിയാണ്. എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിത്രം ആ മിനുങ്ങി കത്തുന്ന വിളക്കുകളുടെ പ്രകാശവിന്യാസത്തിൽ ആ ഭിത്തിയിൽ നിഴൽ ചിത്രങ്ങൾ വിളിക്കുന്ന അപ്പോസ്തലന്മാരുടെ രൂപങ്ങളും അവരുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളും ആ മുറിയിൽ നിശബ്ദതയിൽ മുഴങ്ങുന്ന ഗുരുവിന്റെ ശബ്ദവും ആ വിഹ്വലതയുടെ രാത്രിയിൽ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന ശബ്ദവുമാണ് എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത്. ഇതാ പാനപാത്രം ഉയർത്തപ്പെടുന്നു, ആ പാനപാത്രം പകരപ്പെടുന്നു, അവിടുന്ന് അരുളി ചെയ്യുന്നു, ഇത് പുതിയ നിയമം ആകുന്നു. ഈ പാനപാത്രം പുതിയ നിയമമാകുന്നു. I don't believe in a book. യേശു കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞ ആ വചനം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് പറയുകയാണ്, ഇത് പുതിയ നിയമം ആകുന്നു. ഇത് പുതിയ നിയമമാകുന്നു. അപ്പം എന്താണ് പുതിയ നിയമം? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ആ പാനപാത്രമാകുന്നു പുതിയ നിയമം. ഇനി ഞാൻ ഒരു വാക്യം കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 6-ാം വാക്യം നിങ്ങൾ നോക്കുക. ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഏത് പുസ്തകമാണ്? 2 കൊരിന്ത്യൻസ് ആണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായമാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ നിങ്ങൾ വായിക്കുക. ഇവിടെ എന്താണ് വായിക്കുന്നത്? അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. കണ്ടോ? അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അടുത്തത് നിങ്ങൾ നോക്കുക, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, അല്ല 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 അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, അല്ല അല്ല അല്ല. അപ്പം ബൈജു സാമും ES തോമസും ബാക്കി അവിടെ വോട്ട് ചെയ്ത എല്ലാ കൊരങ്ങന്മാരും കേൾക്കണം. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ.
ആരോ ആംഗ്രി സൈൻ ഒക്കെ ഇടുന്നുണ്ട്. നീ പോടാ കൊച്ചനെ, കുരങ്ങന്മാര് തന്നെ. ഇത്രയും പോസ്റ്റ് വിശ്വസിക്കുന്ന നിന്നെയൊക്കെ കുരങ്ങെന്നല്ല പിന്നെന്താ വിളിക്കുന്നേ? അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? എന്താണ് ആത്മാവിന്റെ ശുശ്രൂഷ? അത് തിരുശരീര രക്തങ്ങളുടെ ആഘോഷമാണ്. കാരണം അക്ഷരം കൊല്ലുകയാണ്, ആത്മാവ് ജീവിപ്പിക്കുകയാണ്. അപ്പൊ ജീവിപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷ, ജീവിപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷ. എന്താണ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ? അക്ഷരം കൊണ്ടാണോ ആ ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ഉണ്ടാകുന്നത്? അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. ഇവിടെ നിങ്ങൾ നോക്കുക, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം ഇവിടെ നോക്ക്. 35-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കണ്ടോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ ആ യഹൂദന്മാർ പിറുപിറുത്തു. 48-ാം വാക്യത്തിൽ നിങ്ങൾ വീണ്ടും വായിക്കാം. അവിടെ വീണ്ടും പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പിന്നെ നിങ്ങൾ 51-ാം വാക്യത്തിൽ വീണ്ടും നോക്ക്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. 55-ാം വാക്യം നിങ്ങൾ നോക്കുക, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. അപ്പൊ സാക്ഷാൽ ഭക്ഷണമാകുന്നു, സാക്ഷാൽ പാനീയമാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള ആലങ്കാരിക ഭാഷാ പ്രയോഗങ്ങളും ഇല്ല. അതാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാക്ഷാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വായിൽ വെച്ച് കഴിക്കുക, സാക്ഷാൽ പാനീയം എന്ന് പറഞ്ഞാൽ വായിലൂടെ കുടിക്കുക. അപ്പൊ അവിടെ ചെല്ലു പറയൂ അതൊരു ആലങ്കാരികമായിട്ടാണ്, ബൈബിൾ ആണെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ബിരുദന്മാരുണ്ട്. കാരണം വചനങ്ങൾ എന്നൊക്കെ താഴെ വരുന്നുണ്ട്. ഇവിടെ കർത്താവ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് പറഞ്ഞ കർത്താവ് ഇത് പറഞ്ഞിട്ടാണ് ഈ സെഹിയോന്റെ മാളികയിൽ അപ്പം എടുത്തു കൊടുത്തിട്ട് ശിഷ്യന്മാരോട് പറയുന്നത്, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെന്റെ മാംസമാകുന്നു. കൃത്യമായിട്ട് വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മസിൽ പിടിക്കുന്ന പെന്തക്കോസ്തുകാരുണ്ട്, ബ്രദറൻകാരുണ്ട്. അവര് ഈ വാക്യത്തെ എന്ത് ചെയ്തില്ല. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞ വാക്യത്തിന്റെ ഇണവാക്യമാണ് അപ്പുറം കിടക്കുന്നത്. കർത്താവ് കൃത്യമായിട്ട് പറയാണ്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകും, അതിൽ ജീവനുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് യേശു കർത്താവ് അപ്പം എടുത്തു കൊടുത്ത് ശിഷ്യന്മാർ കൊടുത്തിട്ട് പറയാണ്, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെന്റെ മാംസമാകുന്നു. ഇത് തമ്മിലല്ലേ ചേർന്ന് പോകുന്നേ? അത് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന, അത് പറഞ്ഞിട്ട് അത് കേട്ട് വിശ്വസിക്കുന്ന മൂഢത. ഞാനൊക്കെ അത് വിശ്വസിച്ചാണ്. കാരണം ഇവര് പറയാണ് അത് തമ്മിലൊരു ബന്ധവുമില്ല, അതല്ല. പക്ഷെ നിങ്ങൾ ശുദ്ധ മനസാക്ഷിയിൽ ചിന്തിക്കുക. പൗലോസ്ലീഹ പറയാണ്, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ ജീവിപ്പിക്കുന്നതായ ആ ശുശ്രൂഷ അത് പരിശുദ്ധ കുർബാനയാണ്, ജീവൻ നൽകുന്ന ശുശ്രൂഷ, അമരത്വത്തിന്റെ ഔഷധമാണ്.
നിത്യജീവന്റെ ഫലമാണ്. പറുദീസായിൽ ആദാം രുചി നോക്കാത്ത ആ ഫലമാണ് അത് നമുക്ക് നൽകിയിരിക്കുകയാണ്. രഹസ്യം രഹസ്യം രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. ആബേലാലേ തിരുബലിയാലേ രൂപീകരിച്ചോനായ ദിവൻ താൻ സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. ഏദനിലാദാം രുചി നോക്കാത്ത ജീവതരുവിൻ കനിയുമിതുതാൻ സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുർബാന അതാണ് പുതിയ നിയമം. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ കുർബാനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയോ, നമ്മുടെ സഭയുടെ ഓൾമോസ്റ്റ് അല്ല എല്ലാ ഉപദേശങ്ങളും ആ കുർബാനയ്ക്കകത്ത്. പരിശുദ്ധ സഭയുടെ ഏത് ഉപദേശമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? വിശുദ്ധ കുർബാനയ്ക്കകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ആദ്യോടന്തം സംബന്ധിക്കുമ്പോൾ സഭയുടെ മുഴുവൻ ഉപദേശങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്തുകാര് അല്ലെ ഈ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നുണ്ട് കംപ്ലീറ്റ് തിയോളജി. ഇറ്റ്സ് എ കൺസൈസ്ഡ് ഫോം ഓഫ് കംപ്ലീറ്റ് തിയോളജി, പ്രസന്റിങ് കംപ്ലീറ്റ് തിയോളജി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തിയോളജി. യെസ്, സിസ്റ്റമാറ്റിക് തിയോളജി മുഴുവനും എന്ത് ചെയ്യാണ്? പ്രതീകാത്മകമായി പ്രസന്റ് ചെയ്യുകയാണ് വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാനയില് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പുളിപ്പുള്ള അപ്പം എടുത്തു വെച്ചാണ് അവിടെ വിശുദ്ധ കുർബാന നടക്കുന്നത്. പുളിപ്പുള്ള അപ്പം ചുടുകയാണ്, പാപത്തിന് മരിക്കുകയാണ്, അതിനെ കാണിക്കുകയാണ്, അപ്പൊ ശരീരത്തെ കാണിക്കുകയാണ്. ഇവിടെ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട്. ചില ആളുകള് ഈ വിശ്വസിക്കുന്ന, അല്ലെ ചില ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്, യേശു കർത്താവ് കുർബാനയായി തീരാൻ വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, യേശു കുരിശിൽ മരിച്ച് കുർബാനയായി തീർന്നു എന്ന് പറയുകയാണ്. അപ്പൊ അവിടുത്തെ ഏറ്റവും ഒരു കാതലായ പ്രശ്നം നിങ്ങൾക്കറിയോ? അത് യേശുക്രിസ്തു കുരിശിൽ മരിച്ചില്ല എന്ന് മാത്രമല്ല, കർത്താവിന്റെ ശരീരത്തിൽ ഒരു ചെറിയ അടി പോലും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ പോറല് പോലും ഏൽക്കുന്നതിന് മുമ്പ് കർത്താവ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ദേഹം ഉഴവ് ചാലുകൾ പോലെ കീറി എന്നാണ് പ്രവാചകൻ പറയുന്നത്. കണ്ടാൽ ഒരാളെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ വികൃതമായി പോയെന്നാണ് ഏശയ്യാ പ്രവാചകൻ പറയുന്നത്. ദാവീദ് പ്രവാചകൻ പറയുന്നത് ഉഴവുചാൽ പോലെ മുതുക് കീറിക്കളഞ്ഞെന്നാണ്. അസ്ഥികളൊക്കെ എണ്ണിയെടുക്കാവുന്ന പോലെ ശരീരം മുറിഞ്ഞു എന്നാണ്. വെള്ളം തൂകുന്ന പോലെ പ്രാണൻ തൂകിപ്പോകുന്ന കാഴ്ചയാണ് പ്രവചനാത്മാവിൽ ദാവീദ് കാണുന്നത്. അപ്പൊ യേശു കർത്താവിന്റെ ശരീരത്തിൽ ആദ്യത്തെ അടി വീഴുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ, അപ്പോഴാണ് യേശു കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശാരീരിക പീഡനവുമായിട്ട് ബന്ധമില്ല. ഇവ ഒത്തിരി ആളുകൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്, കർത്താവ് കുരിശിൽ മരിച്ച് കുർബാനയായി തീർന്നു, കുരിശിൽ മരിച്ചതുകൊണ്ട് പിന്നെ കുർബാന. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതെല്ലാം കർത്താവ് കറക്റ്റ് ടൈമിങ്ങിലാണ് ചെയ്തത്. നിങ്ങൾ നോക്കുമ്പോൾ കർത്താവ് വിശുദ്ധ കുർബാന എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? കർത്താവ് കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ കുരിശിൽ മരിച്ചില്ലെങ്കിലും ആ കുർബാന പോസിബിളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് യേശു കുരിശിൽ മരിച്ചത് കൊണ്ടല്ല നമ്മൾ ഈ വിശുദ്ധ കുർബാന
ആഘോഷിക്കുന്നത്. കർത്താവ് എപ്പോഴാണ് കുർബാന സ്ഥാപിച്ചത്? കർത്താവ് കുർബാന സ്ഥാപിച്ച കർത്താവ് കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ്. കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് അപ്പം എടുത്തു കൊടുത്തിട്ട് കർത്താവ് പറയാണ്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. ഇനി കുരിശിൽ മരിച്ചു കഴിഞ്ഞാണ് കർത്താവ് ഈ അപ്പം എടുത്തു കൊടുത്തിട്ട് ഇതെന്റെ ശരീരമാകുന്നു പറഞ്ഞാൽ ഒരുപാട് അർത്ഥവ്യത്യാസം വരും. ഇപ്പൊ തന്നെ അതേക്കുറിച്ച് പല ധാരണയാണ് പലർക്കും ഉള്ളത്. കുരിശിൽ മരിച്ചല്ലോ, ഇനിയിപ്പോ അവന്റെ ശരീരമൊക്കെ ഇതിനകത്ത് മിക്സ് ആയോ, ബ്ലെൻഡ് ആയോ, ഇനി കുറെ ശരീരം തന്നെയാണോ? അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കി തരുവാൻ കർത്താവ് കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ് അപ്പം എടുത്തു കൊടുത്തിട്ട് പറയുന്നത്, ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്പൊ കർത്താവിന്റെ ശരീരം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ കർത്താവിന് 3 ശരീരമുണ്ട്. കർത്താവിന് 3 ശരീരമുണ്ട്. ഒന്ന് ഹിസ് ഫിസിക്കൽ ബോഡി, അവന്റെ ആക്ഷരിക ശരീരം. നമുക്കിങ്ങനെയുള്ള പോലെ അസ്ഥിയും മാംസവും ഉള്ള അവന്റെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച ആ ശരീരം, അതാണ് ഫിസിക്കൽ ബോഡി. പിന്നെയുള്ളത് മിസ്റ്റിക്കൽ ബോഡി, മാർമിക ശരീരം, ദാറ്റ് ഈസ് ചർച്ച്, സഭയാണ്. സഭയാകുന്ന ശരീരം, അതായത് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെട്ട പരിശുദ്ധ സഭ, മാമോദിസായുടെ ഐക്യത്തിൽ ക്രിസ്തു എന്ന ശിരസോട് യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭ ഗാത്രം, അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ഏക ശരീരസ്ഥരായി തീരുവാൻ ഏക ആത്മാവിൽ സ്നാനമേൽക്കുകയും ഏക ആത്മാവിനെ പാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ കൂദാശകളുടെ ഐക്യത്തിലും പരിശുദ്ധ മാമോദിസായിലൂടെ ഐക്യപ്പെട്ട ആ വിശ്വാസികളുടെ സാർവത്രിക സഭ, അല്ലെ, ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശ്ലൈഹികവും സാർവത്രികവുമായ ആ സഭ കർത്താവിന്റെ ശരീരമാണ്. അതിനെയാണ് മിസ്റ്റിക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, മാർമിക ശരീരം. മൂന്നാമത്തതാണ് സിംബോളിക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ അടയാള ശരീരം. അതാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്ന ശരീരം, അപ്പവീഞ്ഞുകളാകുന്ന ശരീരം. അപ്പം 3 ശരീരമുണ്ട്, 3 ശരീരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തെ, അതായത് സഭയെ പ്രതിദാനം ചെയ്യാണ് ഈ വിശുദ്ധ കുർബാനയിൽ ആ അപ്പം. അതുകൊണ്ടാണ് നമ്മൾ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത്. പിന്നീട് ആ പുളിപ്പുള്ള അപ്പം ചുടുകയാണ്. അപ്പൊ പാപത്തിന് മരിച്ച വിശ്വാസിയെ, ആ ശരീരത്തെ, അത് തന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരം. അപ്പം ഒന്നാകെ കൊണ്ട് പൗലോസ്ലിഹയുടെ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻസ് വരികയാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ഇല്ല. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അവിടെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ അപ്പവീഞ്ഞുകളുടെ ആഘോഷമാകുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ, ആ ദിവ്യ സംസർഗത്തിൽ, ആ ദിവ്യമായ കൂദാശയിൽ എല്ലാ തിയോളജിയും അവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്, വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഓരോ തിയോളജി. ഇപ്പൊ തന്നെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു വെബിനാർ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നെസ്തോറിയനിസം ഒരു ശ്രേഷ്ഠമായ ഉപദേശമായിരുന്നെന്നും, ഈ എന്താ പറയുന്നേ, നമ്മുടെ സത്യത്തിൽ ആരും നെസ്തോറിനെ തിരിച്ചറിഞ്ഞില്ല എന്നും ആണ് സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നുമാണ് ആ വാദം അദ്ദേഹം ഉന്നയിച്ചത്. എന്താണ് നെസ്തോറിയൻ പറഞ്ഞത്? നെസ്തോർ പറഞ്ഞത് എന്താണ്? നെസ്തോർ പറഞ്ഞത് ക്രിസ്തുവിന്റെ മാതാവ് അല്ലെങ്കിൽ പരിശുദ്ധ മറിയം ആരാണ്? പരിശുദ്ധ മറിയത്തെ സഭ തിയോട്ടോക്കോസ് എന്ന് വിളിച്ചു. തിയോട്ടോക്കോസ് എന്ന് വിളിച്ചാൽ ദൈവപ്രസവിത്രി എന്നാണ് അർത്ഥം. അപ്പോ നെസ്തോർ പറഞ്ഞു ആന്ത്രോപോട്ടോക്കോസ് എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാതാവ്.
മനുഷ്യമാതാവ്, പൂർണ്ണതയുള്ള മനുഷ്യനായി ക്രിസ്തു ജനിക്കുമ്പോൾ ആ പൂർണ്ണ മനുഷ്യന്റെ മാതാവ്, അതാണ് ആന്ത്രോപോട്ടോക്കോസ്. പിന്നീട് ഡയലോഗുകൾ നടന്നപ്പോൾ താൻ നിലപാട് അല്പം വ്യത്യാസപ്പെടുത്തിയിട്ട് കുറെ മുന്നോട്ട് വരാം. ഇപ്പൊ ചില ആളുകൾ കച്ചവടമൊക്കെ പറയുമ്പോൾ ഒരു ആള് അതിന് 15,000 രൂപ പറഞ്ഞു, അപ്പൊ ഇപ്പുറത്തെ ഉള്ള ആള് ഒരു 11,000 രൂപ പറഞ്ഞു. പിന്നെ ഒരു കോംപ്രമൈസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ആ വിലപേശലിന്റെ നടുക്ക് നമുക്ക് നടുക്ക് വെച്ച് മുറിക്കുക, ഒരു 13-ന് ഉറപ്പിക്കാന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ നെസ്തോർ എന്ത് ചെയ്യാണ്, നെസ്തോർ കുറെ കൂടെ കയറ്റി വെച്ച്. നെസ്തോർ പറഞ്ഞു ആന്ത്രോപോട്ടോക്കോസ്, അതായത് മനുഷ്യന്റെ മാതാവ് എന്നുള്ള നിലപാടിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വരാം, ക്രിസ്റ്റോട്ടോട്ടോക്കോസ്. അപ്പോ ക്രിസ്റ്റോട്ടോക്കോസ് എന്ന്, തിയോട്ടോക്കോസ് എന്നാണ് സഭ ഔദ്യോഗികമായി പറയുന്നത്. അപ്പൊ നെസ്തോറിന്റെ ഭാഷ്യം ആന്ത്രോപോറ്റോക്കോസ് ആണ്. അപ്പൊ ആന്ത്രോപോറ്റോക്കോസിൽ നിന്ന് ക്രിസ്റ്റോട്ടോക്കോസിലേക്ക് അദ്ദേഹം മുന്നോട്ട് വന്നു. പക്ഷേ എഫേസസ് സുന്നോദോസിൽ അദ്ദേഹത്തിന്റെ ആന്ത്രോപോറ്റോക്കോസും ക്രിസ്റ്റോട്ടോക്കോസും തിരസ്കരിച്ചുകൊണ്ട് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ആ വിശ്വാസം വലിയ വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ നേരിട്ടപ്പോൾ ആ വിശ്വാസത്തെ പിന്നീട് ഉറപ്പിച്ചു നിർത്തിയത് അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ആയിരുന്ന മോർ സേവോറിയോസ് ആണ്. അദ്ദേഹമാണ് ആവർത്തിച്ച് ഉറപ്പിച്ചും തറപ്പിച്ചും വ്യക്തമായിട്ടും ഭീഷണികളുടെയും പ്രലോഭനങ്ങളുടെയും വെല്ലുവിളികളുടെയും ചർച്ചകളുടെയും സംവാദങ്ങളുടെയും തർക്കങ്ങളുടെയും ഒക്കെ നടുവിൽ അചഞ്ചലമായിട്ട് കൊടുങ്കാറ്റിൽ ഉലയാത്ത മഹാമേരു പോലെ മാർ സേവോറിയോസ് ഉറച്ചു നിന്ന് പറഞ്ഞു, മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. 1500 വർഷമായി സുറിയാനിക്കാരൻ അവന്റെ വിശുദ്ധ കുർബാനയിൽ നെഞ്ചത്തടിച്ചു പറയുന്നു, മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലാം ഇപ്പോഴും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവോറിയോസ്. കാരണം ആ സത്യവിശ്വാസത്തെ നമുക്ക് പകർന്നു തന്നത്, അല്ലെങ്കിൽ ഉറപ്പിച്ചു തന്നത് മോർ സേവോറിയോസ് ആണ്. ആ സത്യവിശ്വാസത്തെ പ്രഖ്യാപിച്ചത് മോർ കുറിലോസ് ആണ്, അല്ലെങ്കിൽ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ ആണ്. അപ്പൊ അത്ര വ്യക്തമായിട്ട് നമുക്ക് പാലിച്ച് ഏൽപ്പിച്ച് തന്ന ആ ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ആ പരിശുദ്ധ വിശ്വാസത്തിന്റെ പിന്തുടർച്ചക്കാരായ മലങ്കരയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈ മലങ്കരയിൽ ഇപ്പോൾ വെബിനാർ നടത്തിയിട്ട് ഒരാൾ എന്ന് പറയാണ്, നെസ്തോർ നല്ലവനായിരുന്നു, സത്യത്തിൽ ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ വ്യത്യസ്തനായ ഒരു പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോറിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന രാഗത്തിൽ ഒരു വെബിനാർ കഴിഞ്ഞ ദിവസം നടന്നു. റൂഹ മീഡിയ, നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ റൂഹ മീഡിയക്കാര് അതാണ് പറയുന്നത്. പക്ഷേ നമ്മളെ പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. അത് ഉറപ്പിക്കുകയാണ് നമ്മൾ വിശുദ്ധ കുർബാന. നിങ്ങൾ കാണുന്നുണ്ടോ ഈ വിശുദ്ധ കുർബാന ഈ പിലാസ ഉയർത്തുന്നത്? പിലാസ ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? അതായത് അപ്പം ഇരിക്കുന്ന പിലാസായോടുകൂടെ ഉയർത്തുകയാണ്. ആ പിലാസ പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുക, പരിശുദ്ധ മറിയത്തെ സൂചിപ്പിക്കുന്നതാണ് ആ പിലാസ. നിങ്ങൾ കത്തോലിക്ക കുർബാന കണ്ടിട്ടുണ്ടോ? കത്തോലിക്ക കുർബാനയിൽ അച്ഛൻ ഇങ്ങനെ ഓസ്തി എടുത്ത് ഉയർത്തും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓസ്തി എടുത്ത് ഉയർത്തുന്ന കുർബാനയിൽ? കത്തോലിക്ക കുർബാന കണ്ടിട്ടുള്ളവർക്കറിയാം. ഓസ്തി എടുത്ത് ഉയർത്തും. എന്തിനാണ് ഓസ്തി എടുത്ത് ഉയർത്തുന്നത്? ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്, ക്രിസ്തുവിന്റെ ശരീരത്തെയാണ് ഉയർത്തുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ അപ്പം എടുത്ത് ഉയർത്തി കാണിക്കാറില്ല. നമ്മൾ പിലാസ ഉയർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് കൂടിയാണ്. കാരണം ദൈവമാതാവാണ്, നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. ഇന്ന് പല സുറിയാനിക്കാർക്കും ആ വിശ്വാസമില്ല, എടറിപ്പോവാണ്. പെന്തക്കോസ്ത് ദുഷ്ട സ്വാധീനം കൊണ്ട്. ഡിയോഫൈസിറ്റിസമാണ് കാത്തലിക് ചർച്ച് വിശ്വസിക്കുന്നത്. അവർക്ക് അപ്പം ഉയർത്താം, അവരിങ്ങനെ ഓസ്തി എടുത്ത് ഉയർത്തി കാണിക്കും, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഓസ്തി ഉയർത്തത്തില്ല, അല്ലെങ്കിൽ അപ്പം മാത്രം ഉയർത്തത്തില്ല, നമ്മൾ പിലാസ ഉയർത്തുകയാണ്. കാരണം മനുഷ്യവർഗത്തിന്റെ മഹത്വീകരണമാണ് ആ ഇൻകാർണേഷനിൽ സംഭവിച്ചത്. അതാണ് അലക്സാണ്ട്രിയയിലെ അഥാനാസ്യോസ് തിരുമേനി നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ അവനെ പോലെ ആയിത്തീരേണ്ടതിന് അവൻ നമ്മെ പോലെ ആയിത്തീർന്നു. അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. അപ്പൊ ആ മനുഷ്യ വർഗത്തിന്റെ മഹത്വീകരണത്തിന് വേണ്ടി മാനവരൂപം സ്വയമേറ്റ് താഴേക്ക് ഇറങ്ങി വന്നു. മഹിമ വെടിഞ്ഞ് മഹിയിലേക്ക് ഇറങ്ങി മാനവരൂപമേറ്റ് മനുഷ്യവർഗത്തെ മഹത്വവൽക്കരിച്ച ആ ക്രിസ്തുവിന്റെ മാതാവ്, ആ ദൈവമാതാവ് അവനോടുകൂടെ മഹത്വപ്പെടുന്നു ആദ്യഫലം എന്ന വണ്ണം. അത് നമ്മൾ കുർബാനയിൽ റിഫ്ലക്റ്റ് ചെയ്യാണ്.
അതിനൊരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിരന്തരമായിട്ട് മറിയത്തെ വാഴ്ത്തുന്നേ. എന്താണ് മറിയത്തെ വാഴ്ത്തുന്നത്? മറിയത്തെ വാഴ്ത്തുന്നത് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ഓഫ് അവർ സാൽവേഷൻ ആണ്. മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ ഭദ്രതയാണ് അവിടെ പറഞ്ഞത്. മറിയാമിൻ സ്മരണം വരദായകമാകാൻ അവൾ തൻ പ്രാർത്ഥനകൾ ആത്മാവിനു കോട്ട. ദൈവ പ്രസവിത്രീ ധന്യേ കന്യകയെ ഓയാർ മുഴുവനിലും സുഖപരിമളധൂപം. നമ്മളിത് പാടുമ്പോൾ സത്യത്തിൽ വി ആർ എലിവേറ്റിംഗ് അവർസെൽസ്. നമ്മളെ തന്നെയാണ് ഉയർത്തുന്നത്. മനുഷ്യവർഗത്തിന് ലഭിച്ച മഹാഭാഗ്യത്തെ നമ്മൾ അങ്ങ് വാഴ്ത്തിപ്പാടും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മനുഷ്യവർഗത്തിന് കൈനീട്ടമായി കിട്ടിയ സ്വർഗീയ സൗഭാഗ്യത്തിന്റെ അച്ചാരം ഏറ്റുവാങ്ങിയ ആ ദാവീദിന്റെ പുത്രി എത്ര വാഴ്ത്തിയാലും മതിയാകത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ഉടനീളം നമ്മൾ അങ്ങനെ അങ്ങ് വാഴ്ത്തും. വിശുദ്ധ കുർബാന തുടങ്ങുന്നത് തന്നെ മറിയന്തിയിലെ തോക്ക് എന്ന് പറഞ്ഞാണ്. കാരണം നമ്മുടെ തിയോളജി വളരെ വ്യത്യസ്തമാണ്. പക്ഷെ അത് കൃത്യമായി നിർവചിക്കപ്പെട്ടതാണ്, അടിസ്ഥാനമുള്ളതാണ്, യുക്തിഭദ്രമാണ്, സാധാരണക്കാർക്ക് വിശ്വസിക്കുവാൻ അല്പം പ്രയാസമുള്ളതുമാണ്. ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് അവർ വിശ്വാസം. നമ്മുടെ തിയോളജിയുടെ, ദൈവശാസ്ത്രത്തിന്റെ യുണീക്നെസ് അതാണ്. മറ്റാർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വിശ്വാസമാണ്. അതിപരിശുദ്ധമായ വിശ്വാസം എന്നാണ് യൂദാസ്ലീഹ ഇതേക്കുറിച്ച് എഴുതിയിട്ടിരിക്കുന്നത്. അതിപരിശുദ്ധമായ വിശ്വാസം. പക്ഷെ നിങ്ങൾ ബാക്കി സഭകളുടെ വിശ്വാസം നോക്കിയാൽ റെഗുലർ ഫെയ്ത്ത് ആണ്. അതിപരിശുദ്ധം എന്ന് പറയാനല്ല, അതിവിശിഷ്ടം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. വെറും റെഗുലർ ഫെയ്ത്ത് ആണ്, റെഗുലർ ഫെയ്ത്ത് ആണ്. പക്ഷെ ആ റെഗുലർ ഫെയ്ത്ത് അല്ല നമ്മുടേത്. നമ്മുടെ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ഫെയ്ത്ത് ആണ്. എന്താണ് ആ ഫെയ്ത്ത്? മറിയം സംശയം കൂടാതെ ദൈവമാതാവ് ആകും. അപ്പൊ ക്രിസ്തുവിന്റെ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും എങ്ങനെ യോജിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ഉറപ്പിക്കുന്ന വിധത്തിലാണ് നമ്മുടെ വിശുദ്ധ കുർബാന നടക്കുന്നത്. ഇതാണ് പുതിയ നിയമം. അതാണ് എൻ്റെ രക്തത്തിലെ പുതിയ നിയമം. നമ്മളവിടെ വായിക്കാണ്, പൗലോസ് അവൻ തങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി. അക്ഷരം കൊല്ലുന്നു. അപ്പം അക്ഷരം കൊണ്ടുള്ള ഒരു പരിപാടി അല്ല പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അക്ഷരം കൊണ്ടുള്ള പരിപാടിയല്ല. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ച ആ പോസ്റ്റിനെ പറ്റി നിങ്ങൾ ഓർക്കുക. അപ്പൊ അവരുടെ ധാരണ എത്ര ദരിദ്രമായ, ബലഹീനമായ, ദുർബലമായ, വികലമായ ധാരണയാണ് ഇവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. ഇപ്പൊ ഞാൻ ആ വിളിച്ച വാക്ക് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത് കുറഞ്ഞു പോയില്ല വിളിച്ചത്. ഇവരെ അതേ വിളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും വിവരമില്ലാത്ത, ഇത്രയും തിരിച്ചറിവില്ലാത്ത ഒരു വിഭാഗം. അവരിപ്പോഴും വിശ്വസിക്കുന്ന പുതിയ നിയമം എന്നാൽ പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളല്ല ഒരു നിയമത്തിന്. ക്രിസ്ത്യാനിറ്റി ഇറ്റ് ഈസ് നോട്ട് എ ലോങ് ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പം അരുതുകളുടെയും അരുതായ്മകളുടെയും ഒരു നീണ്ട പട്ടികയല്ല ക്രിസ്ത്യാനിറ്റി. അത് അക്ഷരമല്ലത്, അത് ആത്മാവാണ്, ജീവൻ നൽകുന്നതാണ്, ജീവദായകമാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പത്തെ സംബന്ധിച്ചതാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു, എങ്കിലും അവരെല്ലാവരും മരിച്ചുപോയി. ഇതോ ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യജീവന്റെ അപ്പമാകുന്നു. പറുദീസായിൽ ആദാം രുചി നോക്കാത്ത ആ ഫലം, ഫലം ഇപ്പോഴെന്ത് ചെയ്യാണ്? നമ്മൾ രുചി നോക്കുകയാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇതാണ് വലിയ രഹസ്യം. എന്താണ് മിസ്റ്ററി? ദ സീക്രട്ട് ഓഫ് ഗോഡ്. അതാണ് സ്വർഗീയനായ കുഞ്ഞാടുമൂലം ഇസഹാക്കിനെയും വീണ്ടോനിവൻ താൻ. സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. ആചാര്യനായ മൽക്കീസദേക്ക് പൂജിച്ചു വന്ന ബലിയുമിതുതാൻ. സ്വർഗീയനായ മണവാളാതെ
ഞങ്ങൾ ഘോഷിക്കുന്നു. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. ആചാര്യനായ മൽക്കിസദേക്ക് പൂജിച്ചു വന്ന ബലിയും ഇതുതാൻ. നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? അബ്രഹാം രാജാക്കന്മാരെ യുദ്ധത്തിൽ ജയിച്ച് വരുമ്പോൾ സോദോം രാജാവ് അബ്രഹാമിനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ ശാലേം രാജാവായ മൽക്കിസദേക്ക് അവനെ എതിരേറ്റ് ചെന്നു. അപ്പൊ സോദോം രാജാവ് എന്ത് ചെയ്യാണ്? സോദോം രാജാവ് അബ്രഹാമിന് കൊള്ളയുടെ വിശേഷ വസ്തുക്കൾ എല്ലാം ഒരു പങ്ക് കൊടുക്കുകയാണ്. സോദോം രാജാവ് എന്ത് ചെയ്യാണ്? ഹി വാസ് ഓഫറിങ് ഗ്രേറ്റ് തിങ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ ഭൗതിക സമ്പത്തുകൾ, അനുഗ്രഹങ്ങൾ, വെൽത്ത് സോദോം രാജാവ് കൊടുക്കുകയാണ്. കാരണം അബ്രഹാമാണ് ഈ യുദ്ധം ലീഡ് ചെയ്തത്. അതുകൊണ്ട് അബ്രഹാം ഇതെല്ലാം എടുത്തു കൊള്ളുക. അബ്രഹാമിന്റെ കണ്ണുകൾ ആ കൊള്ളയുടെ വിശേഷ പങ്കുകളിൽ ഒന്നിലും ഉടക്കുന്നില്ല. അവിടെ വിശേഷപ്പെട്ട ബാബിലോണിയൻ അങ്കികൾ, തങ്കക്കട്ടികൾ, രത്നങ്ങൾ, വെള്ളിക്കട്ടികൾ, മൃഗസമ്പത്ത്, തുകൽ ചുരുളുകൾ, വിശേഷതരം പുതപ്പുകൾ, സുഗന്ധ ദ്രവ്യങ്ങൾ, സാമ്പ്രാണി, നറുമ്പശ, ഗോമേതകം, ഗുൽഗുലു, പലതരം കാര്യങ്ങൾ ഇരിക്കുകയാണ്. അബ്രഹാമിന്റെ കണ്ണ് അതിലൊന്നും ഉടക്കുന്നില്ല. അപ്പൊ സോദോം രാജാവ് ചിന്തിക്കുകയാണ്, നിങ്ങളത് ഭാവനെ കാണുന്നത്. സോദോം രാജാവ് ചിന്തിക്കുക, വാട്ട് ഹാപ്പൻ? പിന്നെ ഞാൻ കൊടുക്കുന്ന ഓഫർ പോരാ. അപ്പം സോദോം രാജാവ് ഇതൊരുകൂടെ എടുത്തു, ഇത് മുഴുവൻ എടുത്തു. ഇത് മുഴുവൻ എന്താ പറയുക, അടിമകൾ നിൽക്കുന്നു, അടിമ സ്ത്രീകൾ, ഇവരെല്ലാം എടുത്തു. അബ്രഹാമിന് ഓഫർ വർദ്ധിപ്പിക്കുക. പക്ഷെ അബ്രഹാം അപ്പോഴും ഇതിലേക്ക് നോക്കുന്നില്ല. അബ്രഹാം എന്തുകൊണ്ട് ഈ സോദോമിൻ്റെതായ ഒരു സമ്പത്തിലേക്കും സോദോം രാജാവിന്റെ ഓഫറുകളിലേക്കും നോക്കാതെ അബ്രഹാമിന്റെ മിഴി ദൂരെ ഊന്നി നിൽക്കുകയാണ്. അപ്പൊ സോദോം രാജാവ് തിരിഞ്ഞു നോക്കി. കാഴ്ച എന്താണ് അബ്രഹാം നോക്കുന്നത്? ഈ സോദോം രാജാവിനിലോ അവന്റെ സ്വത്തുക്കളിലോ അല്ല അബ്രഹാമിന്റെ കണ്ണടക്കിയത്. അതിന്റെ അപ്പുറത്ത് ഒരു തേജോമയമായ രൂപം, ഒരു ശാലേം രാജാവിന്റെ രൂപം അവൻ കാണുകയാണ്. അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായ ശാലേം രാജാവായ മൽക്കിസദേക്ക് കൈകളിൽ അപ്പവും വീഞ്ഞു പിടിച്ചു നിൽക്കുന്ന കാഴ്ച. അപ്പവും വീഞ്ഞു പിടിച്ചു നിൽക്കുന്ന സോദോം രാജാവേ, നിന്റെ വസ്തുവകകളോ നിന്റെ സ്വത്തുക്കളോ നിന്റെ വാഗ്ദാനങ്ങളോ നിന്റെ ഓഫറുകളോ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ഇതൊന്നും അല്ല. എന്നെ ഭ്രമിപ്പിക്കുന്നില്ല, എന്നെ സ്വാധീനിക്കുന്നില്ല, എന്നെ ഒരു തരത്തിലും പ്രലോഭിപ്പിക്കുന്നില്ല. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊള്ളുവീൻ. പൗലോസ്ലീഹായുടെ പ്രബോധനം വരികയാണ്. ആകയാൽ സഹോദരന്മാരെ, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ സോദോം രാജാവിന്റെ ഓഫറുകളിൽ അല്ല, മറിച്ച് ശാലേം രാജാവിന്റെ കയ്യിലിരിക്കുന്ന ആ അപ്പവീഞ്ഞുകൾ, മൽക്കിസദേക്കിന്റെ ആചാര്യനായ മൽക്കിസദേക്ക് പൂജിച്ചു വന്ന ബലിയുമിതുതാൻ. സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. മാളികയിൽ വച്ചേശു മശീഹ വാഴ്ത്തി കൊടുത്ത ഭോജ്യമിതുതാൻ. സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. അപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമല്ല, മറിച്ച് അത് മൽക്കീസദേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ആ അപ്പവീഞ്ഞുകൾ പുതിയ നിയമസഭ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു മിശിഹ അത് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. പറുദീസായിൽ ആദാമിന് രുചി നോക്കാൻ കഴിയാതെ പോയ ആ ജീവന്റെ ഫലം
ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണവുമില്ല. പൗലോസ് എഴുതി തള്ളുകയാണ് അക്ഷരത്തെ. ഗലാത്യ ലേഖനത്തിൽ, കൊരിന്ത്യ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി. നിങ്ങളുടെ മനസ്സിൽ പുതിയ നിയമം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഒരു പുസ്തകമാണെങ്കിൽ ആ രൂപം അവിടുന്ന് മാറട്ടെ. കർത്താവായ യേശുക്രിസ്തു തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അത്താഴത്തിന് ശേഷം ആ പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. ഈ പാനപാത്രം, നീ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ജ്വലിക്കുന്ന രാത്രിയിലെ നാഥന്റെ കൈകളിൽ ഇരിക്കുന്ന ആ ചാലീസ്, ആ കാസ, അതായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.